മധ്യപ്രദേശിൽ ഒരു മാസത്തിലേറെയായി ജയിലിൽ കഴിയുന്ന ബിഷപ്പിനെയും മറ്റ് 21 പേരെയും മോചിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കുട്ടികളിൽ നിന്ന് അമിത ഫീസ് ഈടാക്കി എന്നാരോപിച്ച് ജബൽപൂരിലെ ബിഷപ്പ് അജയ് ഉമേഷ് കുമാർ ജെയിംസ്, 5 സ്കൂൾ പ്രിൻസിപ്പൽമാർ, 2 പാസ്റ്റർമാർ എന്നിവരെ മെയ് 27-നാണ് അറസ്റ്റ് ചെയ്തത്. അതേ ദിവസം തന്നെ ജബൽപൂർ കത്തോലിക്ക രൂപതയിലെ ഫാദർ എബ്രഹാം താഴത്തേടത്തും മലയാളിയായ വനിതാ പ്രിൻസിപ്പലും അറസ്റ്റിലായിരുന്നു. ജയിലിൽ കഴിയുന്നവർ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ലെന്നും അവരെ ഉടനടി മോചിപ്പിക്കണമെന്നും ന്യൂനപക്ഷ മന്ത്രാലയത്തിന് അയച്ച കത്തിൽ രാജ്യസഭാംഗം ജോസ് കെ മാണി ആവശ്യപ്പെട്ടു. 11 സ്കൂളുകൾക്കെതിരെയാണ് സർക്കാർ നിയമ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിൽ 7 സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രശസ്തമായ സ്ഥാപനങ്ങളാണ്. ദളിതരും ഗോത്രജനങ്ങളും ഉൾപ്പെടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ തിങ്ങിപ്പാർക്കുന്ന ജബൽപൂരിൽ 1037 രജിസ്റ്റർ ചെയ്ത സ്വകാര്യ സ്കൂളുകളുണ്ട്. ഇവരുടെ അറസ്റ്റുകൾ സംസ്ഥാന സർക്കാരിൻ്റെ അടിച്ചമർത്തലിൻ്റെ ഭാഗമാണെന്നും ഈ 11 സ്കൂളുകൾക്കെതിരെയുള്ള നീക്കം ഒരു തുടക്കം മാത്രമാണെന്നും ജബൽപൂർ ജില്ലാ കളക്ടർ ദീപക് സക്സേന പറഞ്ഞു. അറിവ് പകർന്നു നൽകുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്നവർ കൊടും കുറ്റവാളികളെ പോലെ ജയിലിലടയ്ക്കപ്പെടുന്നത് ദുഃഖകരമാണെന്ന് ജബൽപൂർ രൂപതാ വികാരി ജനറൽ ഫാദർ ഡേവിസ് ജോർജ് പറഞ്ഞു. കൊടും കുറ്റവാളികളെ പോലെയാണ് പോലീസ്, വൈദികർ ഉൾപ്പെടെയുള്ളവരോട് പെരുമാറിയതെന്നും അതിരാവിലെ എത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹൈക്കോടതിയിൽ രൂപത ഇതിനകം ജാമ്യാപേക്ഷ സമർപ്പിച്ചെങ്കിലും വാദം കേൾക്കുന്നത് വൈകുകയാണ്. സംസ്ഥാനത്തെ നിയമപ്രകാരം 10% മുകളിൽ വാർഷിക ഫീസ് വർധനയ്ക്ക് കളക്ടറുടെ അനുമതി ആവശ്യമാണ്. എന്നിരുന്നാലും ഒരു സ്വകാര്യ സ്കൂളിന് സ്വന്തമായി 5% വരെ ഫീസ് വർദ്ധിപ്പിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. സ്കൂളുകൾ, ഹോസ്റ്റലുകൾ, അനാഥാലയങ്ങൾ തുടങ്ങിയ സഭയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ സംസ്ഥാനത്തിൻ്റെ കടുത്ത മതപരിവർത്തന വിരുദ്ധ നിയമപ്രകാരം സമീപകാലത്ത് കേസുകൾ നേരിടുന്നുണ്ട്. മധ്യപ്രദേശിലെ 72 ദശലക്ഷം ജനങ്ങളിൽ 1% താഴെ മാത്രമാണ് ക്രിസ്ത്യാനികളുള്ളത്.